ഹായ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ശർക്കര ചേർത്ത് നല്ല സ്പോഞ്ച് പോലുള്ള വട്ടയപ്പം ഉണ്ടാക്കാം. സാധാരണ നമ്മൾ പഞ്ചസാര ചേർത്താണല്ലോ വട്ടയപ്പം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ശർക്കര ചേർത്ത് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാം. ഇപ്പോൾ വട്ടയപ്പത്തിനുള്ള പച്ചരി ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 1 കപ്പ് പച്ചരിയാണ്. നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ എടുക്കുന്ന ഏത് അരി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇഡ്ഡലി റൈസോ സാധാ പച്ചരിയോ ഏതായാലും കുഴപ്പമില്ല. ഇതൊരു 4 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. കുറച്ച് സമയം കൂടുതൽ കിടന്നാലും കുഴപ്പമില്ല, പക്ഷേ മിനിമം 4 മണിക്കൂർ കിടന്നാൽ മാത്രമേ അത് അരഞ്ഞ് കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ശർക്കരയാണ്. ഞാനിവിടെ 1 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ശർക്കര തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും ശർക്കര ചേർക്കുമ്പം വട്ടയപ്പത്തിന് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്കിപ്പോൾ കുറച്ച് മധുരം കൂടുതലാണ് ഇഷ്ടമെങ്കിൽ ഒരു 1.25 കപ്പോ 1.5 കപ്പോ ശർക്കര വേണമെങ്കിലും എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ ഒരു പാനിൽ നമ്മൾ എടുത്തു വെച്ച 1 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിക്കാം. ശർക്കര കുറച്ച് ലൂസായിട്ടാണ് നമ്മൾ പാനിയാക്കുന്നത്, കാരണം ഇത് ചേർത്താണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ ഉരുക്കിയെടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ അരി അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ ശർക്കരയും അളന്നെടുക്കണം. അപ്പോൾ ഇത് ശർക്കര ഇവിടെ ഫുള്ള് അലിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി ഇത് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഒത്തിരി പൊടികളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ഇത് തണുക്കുന്നത് വരെ മാറ്റി വയ്ക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മൾ അരിയിലോട്ട് ചേർത്ത് അരയ്ക്കേണ്ടത്. ഒരിക്കലും ചൂടോടുകൂടി നമ്മളിത് യൂസ് ചെയ്യരുത്. ഇനി ഒരു ചെറിയ ബൗളിൽ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഇത് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ്. ഇനി ഒരു 3/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെ പഞ്ചസാരയും ചൂടുവെള്ളമൊന്നും ഒഴിച്ച് വെക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് അരി അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടി അങ്ങ് ചേർത്താൽ മതി. അപ്പോൾ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആയതുകൊണ്ട് ഇതൊന്ന് പൊങ്ങാനായിട്ട് വെക്കണം. ഞാനൊരു 1/4 കപ്പ് ചെറിയ ചൂടുവെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ശർക്കരപ്പാനി നന്നായിട്ട് തണുത്ത് ഈസ്റ്റും റെഡി ആയി കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച 1 കപ്പ് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്കൊരു 3/4 കപ്പ് തേങ്ങ ചേർക്കാം. എല്ലാ സാധനങ്ങളും ഒരേ കപ്പിൽ അല്ലെങ്കിൽ ഗ്ലാസ്സിൽ തന്നെ അളന്നെടുക്കണം. അപ്പോഴേ ആ ഒരു അളവ് ശരിയാവത്തുള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള ഏത് കപ്പോ ഗ്ലാസ്സോ ആയാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ചോറും കൂടി ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്, പക്ഷെ നിങ്ങൾ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഏത് ചോറായാലും കുഴപ്പമില്ല. ഇനി ഇത് അരയ്ക്കുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ച ശർക്കര പാനി ചേർത്തിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ 1 കപ്പ് ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസായിട്ട് തന്നെ പാനിയാക്കി വെച്ചതാണ്. ഇത് ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇത് ഫുള്ള് ഞാൻ അരിയിലോട്ട് ഒഴിക്കുന്നുണ്ട്. ഇത്രയും വേണ്ടി വരും അരയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് ഒഴിച്ചിട്ട് നിങ്ങളൊന്ന് അരച്ച് നോക്കുക. അപ്പോൾ അത് പോരാ, കുറച്ചും കൂടി വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ സാധാ വെള്ളം ആവശ്യത്തിന് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. പിന്നെ ഇത് ഒത്തിരി ലൂസായി പോവാതെ നോക്കണം. ഏകദേശം ഒരു ദോശ മാവിൻ്റെ പരുവത്തിന് ഇത് അരച്ചെടുക്കണം. പിന്നെ ഇതിനകത്തേക്കൊരു 3-4 ഏലക്കയും കൂടി ചേർക്കുന്നുണ്ട്. ഏലക്കയുടെ തൊലി മാറ്റിയിട്ട് കുരു മാത്രമാണ് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് തരിയില്ലാതെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ മാവ് ഞാനിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ആദ്യം നമ്മൾ ഒഴിച്ച ശർക്കരപ്പാനി മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടുള്ളൊരു മാവാണ്. അപ്പോൾ ഇത് കുറച്ച് ലൂസാക്കണം. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ച ഈസ്റ്റ് ചേർക്കാം. അതിനകത്തൊരു 1/4 കപ്പ് വെള്ളമുണ്ട്. അപ്പോൾ അത് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം പിന്നെ കൂടുതൽ വെള്ളം വേണമെങ്കിൽ ചേർത്താൽ മതി. മാവ് ഒത്തിരി ലൂസായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാ വെള്ളമാണ്, ചൂടുവെള്ളമൊന്നുമല്ല. ഈ ഒരു പരുവത്തിലായാൽ മതി. ഈ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പരുവം കറക്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കണം. അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഒഴിവാക്കാൻ പാടില്ല, എന്നാൽ കൂടാനും പാടില്ല. ഒരു 1/4 ടീസ്പൂൺ മതി. ജസ്റ്റ് ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ മാവിന് നമുക്ക് കുറച്ച് നേരം ഒന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. 5 അല്ലെങ്കിൽ 6 മണിക്കൂർ വെക്കേണ്ടി വരും. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥ പോലെ സമയത്തിൽ വ്യത്യാസം വരാം. മാവ് എനിക്കൊരു 5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നല്ലതായിട്ട് പൊങ്ങി ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഒത്തിരി അങ്ങ് മിക്സ് ചെയ്യരുത് കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ ഈ പൊങ്ങി നിൽക്കുന്ന കുമിളകളൊക്കെ ഉണ്ടല്ലോ, അതൊത്തിരി അങ്ങ് ഉടച്ച് കളയരുത്. ജസ്റ്റ് പതുക്കെ ഒന്ന് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി.
ഇനി ഇത് ആവിയിൽ വേവിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും അലൂമിനിയം അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം എടുക്കാം. ഇതിനകത്ത് ഞാനൊരു അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് സൈഡിലും താഴെയൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രം വേണേലും എടുക്കാം കേട്ടോ. പ്ലാസ്റ്റിക്കും പിന്നെ പൊട്ടാത്തതുമായിട്ടുള്ള ഏത് പാത്രം ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനെപ്പോഴും കനം കുറഞ്ഞ വട്ടയപ്പമാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് മാവ് ഞാൻ നിറയെ ഒഴിക്കില്ല. അപ്പോൾ ഒരു പകുതിയൊക്കെ ഒഴിക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. കുറച്ച് കട്ടിയുള്ള വട്ടയപ്പമാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു പകുതിയെ മാവ് ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്ര മാവ് ബാക്കിയുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ഇരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒഴിച്ച് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെറിയ വട്ടയപ്പം ഉണ്ടാക്കുന്നത് കൊണ്ട് ആ കുറച്ച് മാവിരിക്കുന്നത് ഞാൻ വേറൊരു ചെറിയ ഒരു 6 ഇഞ്ചിൻ്റെ പാത്രത്തിലും കൂടി ഒഴിച്ച് 2ആയിട്ട് കുക്ക് ചെയ്തെടുക്കുവാണ്. നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് കട്ടിയുള്ള ഒരു വട്ടയപ്പമായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ 2 എണ്ണമായിട്ടോ ചെയ്യാം. ഇനി ഇത് ആവിയിൽ വേവിക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തൊരു റിങ്ങും വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ച പാത്രം വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 20 മുതൽ 25 മിനിറ്റ് വരെ കുക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഉണക്കമുന്തിരിങ്ങയും കശുവണ്ടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അത് ഇടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കരുത്. ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ലൂസായിട്ടുള്ള മാവാകുമ്പോൾ അത് വെന്ത് തുടങ്ങുന്ന സമയത്ത് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ അങ്ങ് താഴെ പോകും. അപ്പോൾ കുറച്ച് കഴിയുമ്പം ഇതിൻ്റെ മുകളിലൊക്കെ ഈ മാവ് ഒന്ന് വെന്ത് തുടങ്ങി സെറ്റായി വരും. ആ സമയത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് മുകളിൽ തന്നെ അങ്ങനെ കിടന്നോളും. അപ്പോൾ എന്തായാലും നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് 20 മുതൽ 25 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം. ഇതുപോലെ തന്നെ ഞാൻ ആ ചെറിയ വട്ടയപ്പം സ്റ്റീം ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വട്ടയപ്പം ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. എനിക്ക് ശരിക്കും ഇതൊരു കറക്റ്റ് അരമണിക്കൂർ എടുത്തു കേട്ടോ കുക്കാവാൻ. അപ്പോൾ ഒരു 5-10 മിനിറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. നിങ്ങൾ നോക്കണം. ഒരു കത്തിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്തെങ്കിലും കുത്തി നോക്കുമ്പോൾ പച്ച മാവ് ഉണ്ടാവരുത്, വെന്തിട്ടുണ്ടാവണം. അപ്പോൾ ഇത് നമുക്കിനി അടുപ്പിൽ നിന്ന് മാറ്റി നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കാം. വട്ടയപ്പം എപ്പോഴും തണുത്തതിന് ശേഷം മാത്രമേ പാനിൽ നിന്ന് മാറ്റാൻ പാടുള്ളൂ. അപ്പോൾ വട്ടയപ്പം ഇപ്പോൾ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എളുപ്പത്തിൽ പാനിൽ നിന്ന് മാറ്റാൻ പറ്റും. കണ്ടോ, ഈസി ആയിട്ട് അങ്ങ് ഇളകി വരും. തണുക്കുന്നതിന് മുന്നേ എടുത്തു കഴിഞ്ഞാൽ വട്ടയപ്പം പൊടിഞ്ഞു പോകും. അപ്പോൾ ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ വട്ടയപ്പം റെഡി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പമാണ്. സാധാരണ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടാണല്ലോ വട്ടയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ടേസ്റ്റിയാണ്, പക്ഷെ എന്നാൽ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല സ്പോഞ്ച് പോലുള്ള ടേസ്റ്റി വട്ടയപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമുക്ക് അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചെയ്തേക്കണേ. ബൈ.